പാലും പഴവും കൈകളിലേന്തി പാലും പഴവും കൈകളിലേന്തി പാലും പഴവും കൈകളിലേന്തി പാലും പഴവും കൈകളിലേന്തി. ചേച്ചേ പാല് മതല് വെച്ചിട്ടുണ്ടാ? പൈസ കൊത്തന്ന് പാല് വാങ്ങിക്കണം, എന്നിട്ട് നിറത്ത് തരൂല പാൽക്കാരൻ പത്തി മാമൻ. ഇപ്പഴെല്ലാം നിറച്ച് പാലായ 2 ആഴ്ചത്തേക്കുണ്ട്. ഇത് വല്ലമ്മേക്കൊന്ന് കൊടുക്കുമ്പോ വല്ലമ്മക്ക് സന്തോഷാവും. വെള്ളം ചേർക്കുമ്പോ കൊറേ പാൽ നമുക്ക് കിട്ടുമല്ല, ഒരു സഹായം ആയിക്കോട്ടെന്ന് കരുതി. അവന്റെ ഒരു സഹായം. വല്യമ്മ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പാല് പശുവിന് തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് പശുവിന്റെ അകതിന്ന് പുതിയ പാല് കറന്നെടുക്കാം. എന്താ പറയുന്നത്? നല്ലത് ചെയ്ത് കൊടുത്താലും കുത്താൻ, ചെയ്തില്ലെങ്കിലും കുത്താൻ. ഉച്ചയ്ക്ക് മുമ്പെങ്ങാനും ഉണങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. എന്നിട്ടോണ്ട് പൂവാളയാണ്. വെയിലും ഇല്ല. സൂര്യമോനെ ഒന്ന് മിന്നിച്ചേക്കണേടാ. എന്തായാലും വല്യമ്മയ്ക്ക് സഹായം ചെയ്ത് കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ല. ഇത്രയും നാളും വളർത്തി വലുതാക്കിയ വല്യത്തെ നാൾ ഒരു സഹായം ചെയ്ത് കൊടുക്കണ്ടേ? കൊടുക്കണം. ഷർട്ട് ഉണങ്ങിയാന്ത്. ഇവിടെ കിടന്ന ഷർട്ട് ഇവിടെ പോയി. ജലജേ, ജലജേ, എന്തര്? ഇവിടെ ഞാട്ടിരുന്ന ഷർട്ട് കണ്ടായിരുന്ന? കണ്ട് കണ്ട്. എന്നിട്ട് എവിടെ? ഷർട്ട് ചായ ചായ കുടിക്കാൻ പോണെന്ന് എപ്പോഴും പറയണതല്ലേ. ഞാനേ ചന്തയില് മീൻ വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടേക്കണം. ആ, ഈ പോയിട്ട് വരട്ടെ. ചേടാ, എന്നാലും ഷർട്ട് ഇതെങ്ങോട്ട് പോയി? ഇനി കിഷ്കിണ്ട കണ്ട് സിനിമ കണക്ക് കുരങ്ങന്മാര് വല്ല എടുത്തോണ്ട് പോയാന്തോ. വല്യത്തൻ ഷർട്ടല്ലേ നോക്കണ. ഓടാ മോനെ, അത് നാ ഉണങ്ങാൻ കൊണ്ടിട്ട്. കണ്ട, പിള്ളേരായ ഇങ്ങനെ വേണം. എന്റെ ആവശ്യം തിരിച്ചറിഞ്ഞ പുന്നാര പുത്രൻ. ആട്ടെ, മോനെ ഷർട്ട് എവിടെയാ കൊണ്ട് ഉണക്കായിട്ടെ? ടെറസിലാണോ? പിന്നെ അടുപ്പില് നല്ല തീയില്ലേ, അപ്പൊ നല്ല ചൂത് കിട്ടും. ആ ചൂത് കൊണ്ട് ഷർട്ട് പെട്ടെന്ന് ഉണങ്ങും. എടാ കൊച്ചുമാക്രി, ഇപ്പൊ പോയ എന്റെ ഷർട്ടിന്റെ ബട്ടൺസ് എങ്കിലും ബാക്കി കിട്ടും. എന്നെ കാണിച്ചടാ ഞാൻ. ആ വലത്ത, ഈ മുണ്ട് ഉണക്കണ്ടേ? ഗ്യാസ് അടുപ്പ് ഫ്രീ ആണ്. അയ്യോ, എന്റെ മുണ്ട് ആകെ കൂടെ ഉള്ള ഒരു മുണ്ടാണ്. പോടാ അവിടെ നിന്ന്. ഇക്കാലത്ത് ഒരു മനസ്സിനും ഒരു സഹായവും ചെയ്ത് കൊടുത്തൂതാ. സ്റ്റിക്കർ അടിച്ചിട്ട് സെൽഫ് അടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ആവില്ലടേ. കൂടുതൽ സെൽഫ് അടിക്കേണ്ട, ബാറ്ററി ഡൗൺ ആവും. ചേടാ, വണ്ടി ഓടാത്തത് വലിയ അടിയായല്ല. ഇനിയിപ്പോ വൈകുന്നേരം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവാല്ലേ? ഓ, അതെന്താ വണ്ടി ഓടാത്ത? വണ്ടിക്ക് ഒതുക്കത്തെ വെയിറ്റ് എന്നാ എന്താ പൊന്നേ. അല്ലെങ്കിലേ വൈകുന്നേരം ആക്കണ്ട, നമുക്ക് ഇപ്പൊ തന്നെ വണ്ടി ശരിയാക്കാൻ കൊടുക്കാം. നീ വന്നാണ്. മാമന്ത വണ്ടി ഓതൂലാന്ന് ആരാന്ന് പറഞ്ഞ? നമ്മള് പറഞ്ഞ മന്ദന്മാര്. വണ്ടിയൊക്കെ സൂപ്പറായിട്ട് ഓത എന്നാ. അതെങ്ങനെ നിനക്കറിയാം? നാനേ വണ്ടി ഒത്തയ്ക്ക് തേരിയിൽ തള്ളിക്കയറ്റി, എന്നിട്ട് താഴോട്ട് ഉരുട്ടി വിത്ത്. വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, സിറന്ന് പോയി. ഓത്തിക്കാൻ പോലും ആരും വേണ്ട. വണ്ടി ഓതുന്നതാ പോലും. വെപ്പിളാപ്പത്ത് ഓന്ത മാമ വന്തിയെ താഴത്തെ ദാസപ്പ മാമന്റെ വീട്ടിന്റെ മതിലില് തങ്ങി നിപ്പുണ്ട്. വേറെ ഒരു കുഴപ്പമില്ല. അങ്ങനാതും പാളി. മക്കളെ, എന്താ മമ്മ? അമ്മമ്മക്ക് അങ്ങോട്ട് കേറാൻ വയ്യ. ആ തൂക്കുപാത്രങ്ങൾ എടുത്തു തരോ? അതെന്ത്? അയ്യോ, അമ്മമ്മക്ക് കേട്ടോദിക്കാന്നൂതാ. താണ്ട മനുഷ്യ, ഈ കുരുപ്പിന്റെ കുരുത്തക്കേടിച്ചിരി കൂടി വരെയാണ്. തന്നെടാ, അതിന് നാ എന്തെടുത്തത് വല്ലേമ്മ? എന്തൊരു ചെയ്തെന്നാ? ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ കയ്യിലെ ഒരു വടിയെടുത്ത് ഒറ്റ അടിയുന്നേ. അയ്യോ, ഈ ചെറുപ്രായത്തിന് എന്തെടാ കാട്ടിക്കൂട്ടണ? എന്താ പൊന്ന് വല്യത്ത ഉള്ളത് നാം പറഞ്ഞു തരാം. എന്താ ക്ലാസ്സിൽ പഠിക്കുന്ന തക്കുതു പറഞ്ഞ് അവൻ കരാത്തയാണ്, അവന്റെ കൈക്ക് ഇരുമ്പിന്റെ ശക്തിയാണെന്ന്. എങ്കിൽ അത് കാണലോന്നാന്ന് പറഞ്ഞോണ്ട് നാനാങ്കി അവിടെ ഇരുന്നത് വടിയെടുത്ത് അവന്റെ കൈ എടുത്ത്. അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇതിന്നൊരു കാര്യം മനസ്സിലായി വല്യത്ത. എന്തൊരു കാര്യം?
അവന്റെ കൈക്ക് ഇരുമ്പിന്റെ കത്തിയൊന്നുമില്ല, നമ്മളെ പോലത്തെ സാധാ കൈയാണെന്ന്. യവനെ ഇനി ഇങ്ങനെ വിട്ടാ ഈ വീട് അവൻ തല കുത്തി വെക്കും. അനാവശ്യം പറയത്. എനിക്ക് വീട് തലകുത്തി വെക്കാനുള്ള ശക്തിയൊന്നും ഇല്ല. കണ്ട കണ്ട തറുതല പറയണ കണ്ട. എന്റെ അഭിപ്രായത്തിൽ ചെറുക്കനെ ഇവിടെ നിർത്തേണ്ട കാര്യമില്ല. എന്റെ വണ്ടി തുറച്ചിട്ടിരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? അതിന് നിന്റെ അഭിപ്രായം ഇവിടെ ആര് തോറ്റ്? ചെറുക്കനെ ബോർഡിംഗ് സ്കൂളിലാക്കണതായിരിക്കും ബെറ്റർ. ബോർഡിംഗ് സ്കൂളാ വല്യത്താ? അതായിരിക്കും നല്ലത്. വല്യമ്മ, എന്റെ തീരുമാനം അത് തന്നെ. അങ്ങനെയെങ്കിൽ അങ്ങനെ. എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തോണ്ടല്ലേ നിങ്ങൾ എന്റെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതും ഞാൻ ഇങ്ങനെ ആയിപ്പോയതും. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ബാധ്യത ആണെങ്കിലേ ഞാൻ ബോർഡിംഗ് സ്കൂളിൽ പൊയ്ക്കോളാം. വല്ലത്താ, എന്റെ ബാഗ് പാക്ക് ചെയ്തോ? ഞാൻ അവനെ ഒന്ന് വരട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. വേണ്ടായിരുന്നു. കൊച്ചിനെ വിഷമിപ്പിച്ചപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും സമാനമായല്ല. എന്റെ കൊച്ച് എവിടെ പോയി? ഇവിടെ ഇരിക്കണ പക്രമോനെ. വേണ്ട, എന്തും എന്തെന്താ? നമ്മള് ചുമ്മാ പറഞ്ഞതല്ലേ, മക്കളില്ലാതെ ഈ വീട്ടിൽ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? സത്യം സത്യം. അങ്ങനാണെങ്കിലേ ഞാൻ ഒരു കാര്യം പറയത്താ വല്യത്താ. നീ പറയടാ, ഈ വല്യച്ഛ കേട്ടോണ്ടിരിക്കാം. നാനേ നിങ്ങൾ എന്നെ ബോർഡിംഗ് സ്കൂൾ ആക്കുമെന്ന് പറഞ്ഞ ദേശത്തില് ഗ്യാസ് ഊറ്റി തുറന്ന് വിത്ത് ഇപ്പൊ പൊത്തും. എന്റെ അമ്മച്ചി. വല്യത്ത വല്യമ്മയും മാമാരകത്തുണ്ട്, അവരെ ജീവൻ രസിക്കല്ലേ. എനിക്ക് എന്റെ ജീവൻ മാത്രം മതിയടാ മോനെ. ഇതാര് ഗാറ്റൊക്കെ കൊണ്ടിട്ട് വെച്ചേക്കണം. ഇപ്പൊ പൊട്ടി തെറിക്കുമെന്തോ. വല്യത്തെ ഞാൻ പത്തിട്ട് ഇനി ആരെങ്കിലും തുറന്ന് വിത്താ പൊത്തോ. ഗായ്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.